طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن للغفار غافر ذنب وقابل التوب له الكتاب وإليه الإياب وعليه الحساب. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. ഏറെ സ്നേഹാദരണീയരായിട്ടുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആൻ അവതരിച്ച പവിത്രമായ ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി ദീനിയായ വിഷയങ്ങളിൽ പരസ്പരം അറിയുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ, പങ്കുവെക്കാൻ, പരസ്പരം പരിചയപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ സഹായം വ്യത്യസ്തമായ രൂപത്തിൽ മനുഷ്യർക്ക് അവതരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്രകാരം റബ്ബിൻ്റെ സക്കീനത്ത്, അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്ന മലായിക്കത്തുകളാണ് എന്നാണ്. അങ്ങനെയുള്ള റബ്ബിൻ്റെ സമാധാനത്തിൻ്റെ മലായിക്കത്തുകൾ അവതരിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു സന്ദർഭം എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയും അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്റുകൾ, ആയത്തുകൾ, ഖുർആൻ പാരായണങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, ഇസ്ലാമികപരമായ ചർച്ചകളിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ സക്കീനത്ത് അവതരിക്കാതിരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സമാധാനം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഈ ഒരു സദസ്സിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നൽകുകയും അത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമായ റമദാനുകൾ നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ പ്രായവും അതുപോലെ അവസ്ഥയും ആലോചിക്കുമ്പോൾ ഓരോ റമദാനുകളും നമ്മളോട് അതിശക്തമായി അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കിനി ഒരു ന്യായം പറയാനില്ലാത്ത വിധം കൃത്യമായ രൂപത്തിൽ അള്ളാഹു നമുക്ക് അവസരങ്ങൾ നൽകുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിൻ്റെ 37-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീറു ഫദൂഖൂ ഫമാ ലിദ്ദാലിമീന മിൻ നസീർ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവലം നുഅമ്മിറുക്കും, നിങ്ങൾക്ക് ഞാൻ വയസ്സ് കൂട്ടി തന്നില്ലേ എന്നുള്ളതാണ്. കുറേ കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ഞാൻ അവസരം നൽകിയില്ലേ. മാ യതദക്കറു ഫീഹി മൻ തദക്കർ, എന്നെ കൃത്യമായി ഓർക്കാനുള്ള അവസരം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നെ ആർക്കെങ്കിലും സ്മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സ്മരിക്കാനുള്ള അവസരം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് വജാഅകുമുൻ നദീർ, ആ താക്കീതുകൾ നിങ്ങൾക്ക് എൻ്റെ പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഫദൂഖൂ വമാ ലിദ്ദാലിമീന മിൻ നസീർ, അതുകൊണ്ട് നിങ്ങൾ ഈ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. നിങ്ങൾക്കിനി അക്രമകാരികൾക്ക് സഹായിയായി മറ്റാരും ഉണ്ടാവുകയില്ല. ഈ ആയത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നമുക്ക് അള്ളാഹിൻ്റെ അടുക്കൽ ഇനിയും പടച്ചവനെ ഒരു റമദാൻ കൂടി വേണം എന്നാവശ്യപ്പെടാനുള്ള അർഹത കുറഞ്ഞു വരികയാണ്. അള്ളാഹു നമ്മളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ, റബ്ബേ എൻ്റെ ജീവിതത്തിൽ ഇനിയും നന്മ ചെയ്യാനുള്ള അവസരം നൽകണമേ എന്ന് അള്ളാഹുവിനോട് പറയാനുള്ള സാധ്യത നമുക്ക് കുറഞ്ഞു വരികയാണ്. നമ്മുടെ ഉദറിൻ്റെ ശക്തി കുറഞ്ഞു വരികയാണ്. കാരണം കുറഞ്ഞ നാളുകൾ മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എങ്കിൽ ആ ആയുസ്സിൻ്റെ കണക്ക് മാത്രം നമുക്ക് അള്ളാഹിനോട് ബോധ്യപ്പെടുത്തിയാൽ മതി. പക്ഷേ നമ്മൾ ഈ അനുഭവിക്കുന്ന റമദാൻ ലഭിക്കാത്ത ഒരുപാട് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു നമുക്ക് ഈ റമദാൻ നൽകുമ്പോൾ, അതിൻ്റെ പകുതിയോടടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ, യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് ഖൈറാണ്, ഖൈറ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അതോടൊപ്പം നടക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹിൻ്റെ അടുക്കൽ എനിക്ക് നന്മകൾ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്ന് പറയാൻ, ഒഴിവ് കഴിവ് പറയാൻ
ഇനി നമുക്ക് കഴിഞ്ഞ റമദാനിലെ പോലത്തെ സാധ്യത പോലും ഈ റമദാനിലില്ല. ഓരോ ദിവസങ്ങൾ കഴിയുന്നു, ഓരോ നിമിഷങ്ങൾ കഴിയുന്നു, അള്ളാഹിന്റെ അടുക്കൽ എനിക്ക് അമലു സ്വാലിഹാത്തുകൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചില്ല എന്ന് നാളെ ഖിയാമത്ത് നാളിൽ പരാതിപ്പെടുന്ന മനുഷ്യരോട് അള്ളാഹു പറഞ്ഞ വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആർക്കെങ്കിലും 60 വയസ്സ് വരെ ജീവിക്കാൻ അവസരം കിട്ടിയാൽ പിന്നീട് അവന്റെ ഉദ്റുകളൊന്നും അള്ളാഹു സ്വീകരിക്കില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ ആയുസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു കൊച്ചുകുട്ടി ചെയ്യുന്ന തെറ്റല്ല പ്രായപൂർത്തിയായ ഒരാൾ തിന്മ ചെയ്യുമ്പോൾ ഉള്ളത്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ തന്നെ വിവാഹത്തിന് മുമ്പ് ചെയ്യുന്ന മ്ലേച്ഛതകളുടെ ശിക്ഷയെല്ലാം വിവാഹിതനായ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും കഠിനമായ വ്യഭിചാരത്തിനുള്ള ശിക്ഷ അനുഭവിക്കുന്നത് ഷെയ്ഖുൻ സാനി, വൃദ്ധനായ വ്യഭിചാരി എന്നാണ്. അപ്പൊ പ്രായം അള്ളാഹുവിന്റെ ശിക്ഷയിൽ വലിയൊരു ഘടകമാണ്. എന്താണ്? തിരുത്താനും പുതുക്കി ചിന്തിക്കാനും മാറാനും ഒക്കെ ഒരുപാട് അവസരം ലഭിച്ചിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താത്തത് വലിയ പാപമാണ് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ വ്യഭിചരിക്കുമ്പോൾ 80 അടിയാണ് അവൻ. എന്നാൽ വിവാഹിതനായ ഒരുവന് കൊലപാതകമാണ് അവന്റെ ശിക്ഷ. ആലോചിച്ചു, അവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ്. ആ ഒരു വ്യത്യാസം ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ, നമ്മുടെ അവസ്ഥകളുടെ മാറ്റം, ഇതൊക്കെ അള്ളാഹു നമ്മളെ രക്ഷാശിക്ഷകൾക്ക് വിധേയമാക്കുമ്പോൾ പരിഗണിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിൽ ഇന്നലെ വരെ വലിയ ബോധമില്ലാതെ നടന്ന ഒരു കാലഘട്ടത്തിൻ്റെ ന്യായം ഇന്നെനിക്ക് പറയാനാവില്ല. കാരണം ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും എനിക്ക് അള്ളാഹു വീണ്ടും അവസരം നൽകുകയും ചെയ്തിരിക്കുന്നു ഈ റമദാനിൽ. അതുകൊണ്ട് ഇന്നലകളിലെ ഞാൻ തുടരുന്നതിൽ അർത്ഥമില്ല. എനിക്ക് മാറ്റമുണ്ടാകണം. എനിക്ക് ഒരു വലിയ സാധ്യത, വലിയൊരു മാറ്റത്തിൻ്റെ സാധ്യതയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിനെ ഞാൻ ഉപയോഗപ്പെടുത്തണം. അള്ളാഹിൻ്റെ അടുക്കൽ നമുക്ക് അങ്ങനെ ഒരു ന്യായം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന ആയുസ് അവർക്ക് ഏറ്റവും വലിയ ഖൈറാണ്. അതേസമയം വലാ യഹ്സബന്നല്ലദീന കഫറൂ, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ വിചാരിക്കുകയാണ് കൂടുതൽ വർഷം വയസ്സ് ഞങ്ങൾ ജീവിച്ചാൽ ഞങ്ങൾക്ക് നല്ലതായിരിക്കുമെന്ന്. അല്ലാഹു പറയുകയാണ്, വലാ യഹ്സബന്നല്ലദീന കഫറൂ അന്നമാ നുംലീ ലഹും ഖൈറുൽ ലിഅൻഫുസിഹിം, ഞാൻ അവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് ഖൈറാണ് എന്നാണ് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നത്. പക്ഷേ ഇന്നമാ നുംലീ ലഹും ലിയസ്താദു ഇസ്മൻ വലഹും അദാബുൻ മുഹീൻ, ഞാൻ അവർക്ക് തെറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂട്ടിക്കൊടുക്കുന്നത് എന്ന് ആലോചിച്ചു. സത്യവിശ്വാസികളല്ലെങ്കിൽ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരധിക സമയം പോലും നമുക്ക് ബാധ്യതയാണ്. നമ്മൾ നന്മ പ്രവർത്തിക്കുന്നവരല്ലെങ്കിൽ നമുക്ക് അധികമായി ലഭിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വലിയ പരീക്ഷണമാണ്. കാരണം അതിലൂടെ ഒരുപക്ഷെ നമ്മുടെ തെറ്റുകൾ വർദ്ധിക്കുകയും ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ മോശമായി നമ്മൾ മാറുകയും ചെയ്താലോ. അതുകൊണ്ടാണ് സത്യനിഷേധികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, അവർക്ക് ആയുസ് കൂട്ടുന്നത് കൊണ്ട് അവർക്ക് ഖൈറാണ് എന്ന് അവരാരും വിചാരിക്കേണ്ട, മറിച്ച് അവരുടെ തെറ്റുകൾ ചെയ്യാനുള്ള അവസരമാണ് അല്ലാഹു കൂട്ടിക്കൊടുക്കുന്നത്. അതിലൂടെ അവർക്ക് ഷർറാണുള്ളത് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഒരു ഗണത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾപ്പെട്ടുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഏറ്റവും നല്ല മനുഷ്യനാരാണ്? മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ജീവിതത്തിൽ ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ലഭിക്കുകയും സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്ത മനുഷ്യൻ, അവനാണ് ഏറ്റവും നല്ലവൻ. ഇനി ഏറ്റവും മോശമായിട്ടുള്ള വ്യക്തി ആരാണ്? അവനും മൻ ത്വാല ഉംറുഹു, അവന്റെ വയസ്സും ഒരുപാടുണ്ട്, പക്ഷേ അവന്റെ അമലുകൾ അമലു, മോശം പ്രവർത്തനങ്ങളാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഈ ഓരോ അധികമായി ലഭിക്കുന്ന റമദാൻ, ആ റമദാനിൽ തന്നെ അധികമായി ലഭിക്കുന്ന ഓരോ നോമ്പുകൾ, ഓരോ നമസ്കാരങ്ങൾ, ഓരോ നോമ്പ് തുറകൾ, ഇവയൊക്കെ ശരിക്കും റബ്ബിലേക്ക് നമ്മളെ അടുപ്പിക്കാനുള്ള അവസരങ്ങളാണ്. അതിനെ പൂർണ്ണമായി ഉപയോഗിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും അല്ലാഹു ഖിയാമത്ത് നാളിൽ ഒന്നൊഴിയാതെ ചോദ്യം ചെയ്യപ്പെടുന്നതിൽ വളരെ ഗൗരവകരമായി നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹമായ നമ്മുടെ കുടുംബം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർവഹിക്കുന്ന ബാധ്യതകൾ അല്ലാഹുവിന്റെ അടുക്കൽ ശക്തമായ ഹിസാബിന് വിധേയമാകുന്ന ഒന്നാണ് എന്ന്
നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിൽ കുടുംബം എന്ന ആ ഒരു പദം നമ്മളെ പരിചയപ്പെടുത്തുന്ന അർഹാം എന്നതാണ്. അർഹാം, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും. ഈ അർഹാം എന്ന പദം പല രൂപത്തിൽ, പല അർത്ഥത്തിൽ, 3ഓളം അർത്ഥത്തിൽ നമുക്ക് കാണാം. ഒരർത്ഥം ഈ കുടുംബ ബന്ധം എന്നുള്ളതാണ്. രണ്ടാമത്തെ അർത്ഥം എന്താണ്? കാരുണ്യം എന്നുള്ള അർത്ഥം, റഹീം എന്ന ഒരു അർത്ഥം നമുക്കതിന് കാണാം. അതുപോലെ മറ്റൊരർത്ഥം ഉള്ളത് ഗർഭപാത്രം എന്നാണ്. യുസഗ്ഗിറുക്കും ഫിൽ അർഹാമി, നിങ്ങളെ ഗർഭപാത്രത്തിൽ അവനാണ് രൂപപ്പെടുത്തുന്നവൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലും ഈ അർഹാം കടന്നു വരുന്നു. അപ്പോ കുടുംബത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നതിൻ്റെ പദം തന്നെ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. ഗർഭപാത്രത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുഞ്ഞിന് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളുമുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകത്തിലാണ് ആ കുഞ്ഞ് പുറത്തുനിന്നുള്ള വലിയ ക്ഷതങ്ങളോ മറ്റു കാര്യങ്ങളോ ഏൽക്കാതെ സുഖമായി അതിനുള്ളിൽ കഴിയുന്നത്. 3 തരം ലെയറുകൾ അതിനുള്ളിലുണ്ട് എന്ന് നമുക്കറിയാം. കൃത്യമായി അവിടെ ആ കുഞ്ഞിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും അവിടെ എത്തുന്നു എന്നുള്ളതും നമുക്കറിയാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ, ഉമ്മമാർ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഏറ്റവും നല്ല ഭാഗങ്ങൾ മാത്രമാണ്, അഥവാ കുഞ്ഞിന് ആവശ്യമുള്ള വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെയാണ് ആ ഭക്ഷണത്തിലൂടെ എത്തുക എന്ന് നമുക്കറിയാം. ഇത്രയേറെ സുരക്ഷിതമായ ഒരു കവചമാണ് യഥാർത്ഥത്തിൽ ഗർഭപാത്രം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തെ യഥാർത്ഥത്തിൽ നമ്മൾ ശക്തമായ സംരക്ഷണ കവചമൊരുക്കേണ്ട, നമ്മൾ സ്നേഹിക്കേണ്ട, പരിഗണിക്കേണ്ട എല്ലാ രീതിയിലുമുള്ള ക്ഷതങ്ങളിൽ നിന്നും നമ്മൾ കാത്തുരക്ഷിക്കേണ്ട ഒരിടമാണ് നമ്മുടെ കുടുംബം എന്ന ഒരർത്ഥം തീർച്ചയായും ഈ ഒരു വിവക്ഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് വലിയ ആവലാതികളാണ്. അവരുടെ മക്കളുടെ പഠനം, അവരുടെ മാർക്ക് കുറവുകൾ നമ്മളെ ആശങ്കപ്പെടുത്തുകയാണ്. ആ 10ാം ക്ലാസ്സിലെ മാർക്ക് അല്ലെങ്കിൽ ആ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പുള്ളതല്ല. ചെറിയ pre-KG കുട്ടികൾ വരെ അവരുടെ എഴുത്തിൽ, അവരുടെ മാർക്കിൽ ഒക്കെയുള്ള വേരിയേഷൻ മാതാപിതാക്കളെ വലിയ പ്രയാസപ്പെടുത്തുകയാണ്. എൻ്റെ കുട്ടിക്ക് എഴുതാൻ അറിയോ, ഇനി അവനിനി വലുതാകുമ്പോൾ ഇതൊക്കെ പഠിക്കാൻ കഴിയോ? ഇപ്പൊ തന്നെ അവരുടെ പരീക്ഷകളെയും ട്യൂഷനെയും മറ്റുമൊക്കെ ഭയന്നുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിച്ച് നമ്മൾ വലിയ ശ്രദ്ധ കാണിക്കുന്നു. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നമ്മുടെ കുടുംബത്തിൽ റബ്ബുമായി അവർക്കുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കൊരു ആശങ്കയുമില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ, ലോകത്തൊരു പ്രവാചകൻ അവതരിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിസാരക്കാരനെ അല്ലാഹു പ്രവാചകനായി നിയോഗിക്കുകയല്ല. ആ ഒരു സമുദായത്തിൽ ഏറ്റവും മികച്ച മാതൃകയുള്ള, അത്രയേറെ മാന്യമായ ജീവിതം നയിക്കുന്ന ആളുകൾ, നന്മയിൽ അത്രയേറെ മികച്ച ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപ സംരക്ഷണവും നൽകുന്നു. അതോടൊപ്പം അവർ പ്രവാചകന്മാരാക്കുന്നു. ഈ പ്രവാചകന്മാർ സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മുടെ മക്കളെ കുറിച്ചുള്ള ആശങ്കകൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ഈ പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് കടന്നു പോകണം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 12 മക്കളുണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം. അദ്ദേഹത്തിന്റെ മരണ സന്ദർഭം വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അം കുന്തും ശുഹദാഅ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെടുമ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ നബിയെ എന്നാണ് ചോദ്യം. എന്താണ് ആ ഒരു മരണം? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മരണത്തിന് ലോകത്തുള്ള വിശ്വാസികൾക്കുള്ള ഗുണപാഠം എന്താണ്? അദ്ദേഹം മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യമാണ് അദ്ദേഹത്തിന്റെ മരണം ലോകത്തുള്ള വിശ്വാസികൾ മുഴുവൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇടം നൽകിയത്. ആ ചോദ്യം ഇതാണ്, മാ തഅബുദൂന മിൻ ബഅദി എന്നുള്ളതാണ്. എൻ്റെ മരണശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? എൻ്റെ മരണശേഷം നിങ്ങൾ ആർക്ക് ഇബാദത്ത് ചെയ്യും എന്നതാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബത്തോട് എൻ്റെ ജീവിതശേഷം
നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാകും? ഞാൻ പോയി കഴിഞ്ഞാൽ ഈ കുടുംബത്തിന്റെ വരുമാന മാർഗം നിലയ്ക്കുകയും എൻ്റെ മക്കളും ഭാര്യയും അടക്കമുള്ളവർ പ്രയാസത്തിലാവുകയും ചെയ്യുക എന്ന ഭൗതികപരമായ ഭയങ്ങൾക്കുപരിയായി എൻ്റെ മക്കളും എൻ്റെ കുടുംബവും എൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നൊരവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നവരാണോ എന്ന ആശങ്ക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. പ്രവാചകന്മാരുടെ, അതായത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനാണ്. തൻ്റെ മക്കളിൽ ഒരാൾ റസൂലാണ്, പ്രവാചകനാണ്. എന്നിട്ട് പോലും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആശങ്ക എൻ്റെ മക്കൾ ആരെയായിരിക്കാം അവരുടെ ജീവിതത്തിന് ശേഷം ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതുക എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, അള്ളാഹുവുമായി ബന്ധമുള്ള മക്കളാണ് നമുക്കെങ്കിൽ പിന്നെ അതിനേക്കാൾ വലിയ ആശ്വാസം നമുക്കില്ല. അവർ മംഗലാപുരത്ത് പഠിക്കാൻ പോയാലും ബാംഗ്ലൂർ പഠിക്കാൻ പോയാലും UK പോയാലും നമ്മുടെ കൺവട്ടത്ത് നിന്ന് എവിടെ അകന്നാലും എൻ്റെ പിതാവിനെയും മാതാവിനെയും പറ്റിച്ചുകൊണ്ട് എനിക്ക് പലതും ചെയ്യാം, പക്ഷേ എൻ്റെ റബ്ബിൻ്റെ കണ്ണിനെ മൂടിക്കെട്ടാൻ എനിക്കാവില്ല എന്ന ബോധം ഉള്ള മക്കൾ, അവർ അള്ളാഹുവിനെ ഭയപ്പെടും. അവർ അവരുടെ പ്രാർത്ഥനാ വേളകളിൽ നമ്മളെ ഓർക്കും. റബ്ബി ഗഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീൻ, അള്ളാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു നൽകണമേ എന്ന മനോഹരമായ പ്രാർത്ഥനകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കും. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അള്ളാഹുവേ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നോട് കാണിച്ച കരുണ പോലെ തിരിച്ചവരോട് റബ്ബേ നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാവാൻ നമ്മുടെ മരണശേഷം പോലും നമുക്ക് ഉപകാരപ്പെടുന്ന അതാണ്. നമ്മൾ കോടികളുടെ ആസ്തി നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി നൽകിയെന്ന് വിചാരിക്കുക, ഒരു രൂപ പോലും പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണശേഷം അതിൻ്റെ ഫലമായി ഖബറിലേക്ക് എത്തുകയില്ല. നമ്മൾ ഭൗതികപരമായി അത് അവരുടെ അനന്തരാവകാശ സ്വത്തായി നൽകി കഴിഞ്ഞു. അത് നമ്മൾ നൽകിയാലും ഇല്ലെങ്കിലും നമ്മുടെ മരണശേഷം അവരുടെ കൈകളിലേക്ക് എത്തേണ്ടതാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഖബറിൽ ഉപകാരപ്പെടുന്ന 3 കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതിലൊന്നെന്താണ്? വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സ്വാലിഹായ സന്താനങ്ങളുടെ ദുആ അത് നമ്മുടെ ഖബറിലേക്ക് എത്തുമെന്നുള്ളതാണ്. നമ്മുടെ അവസ്ഥ നമുക്കറിയില്ല. ഖബറിൽ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്മകളെന്ന് വിചാരിച്ച പലതും അള്ളാഹുവിന്റെ അടുക്കൽ അത് പരിപൂർണമായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ നമുക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ മറന്നുപോയവ. അള്ളാഹു ഒന്നും മറക്കുന്നവനല്ല. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് ഖബറുകൾ വിശാലമാക്കുകയും ഒരു മുഅ്മിന് വാഗ്ദാനം ചെയ്ത എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ഖബറുകളായി നമ്മുടെ മരണശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സങ്കേതങ്ങളെ പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന ഒന്ന്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളെ നമ്മൾ ബാക്കിയാക്കുക എന്നുള്ളതാണ്. പലരും നമസ്കാരവേളയിൽ ഉസ്താദ് ചോദിക്കുകയാണ്, ഈ മയ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിസ്കരിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ആരാണ് മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുക? ഉസ്താദിന് ചില്ലറ മടക്ക് കൊടുത്തിട്ട് നിങ്ങൾ തന്നെ ചെയ്തോളൂ, കാരണം എനിക്കറിയില്ല മയ്യത്ത് നമസ്കാരത്തിൻ്റെ രൂപം എന്താണ്. എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്നെ ആ രീതിയിൽ എൻ്റെ പിതാവ് അങ്ങനെ ഒരു പരിഗണന എനിക്ക് എൻ്റെ ജീവിതത്തിന് നൽകിയിട്ടില്ല. മക്കൾ നാളെ പരലോകത്ത് നമുക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവരാണ് എൻ്റെ അധാർമികതകളിൽ എനിക്ക് കൂട്ടുനിന്നത്, അല്ലേ? നമ്മളിപ്പോൾ ഈ അടുത്ത് അഫാൻ എന്ന് പറയുന്ന വെഞ്ഞാറമൂടുള്ള ഒരു യുവാവിൻ്റെ വലിയ ചർച്ചകളായ ഒരു വിഷയമാണ്, അല്ലേ? കൂട്ടക്കൊലകൾ എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ വധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഒന്നുകിൽ കുറഞ്ഞത് അവരെ കൊല്ലുകയെങ്കിലും വേണ്ടേ എന്നുള്ളതാണ് ഇന്നത്തെ യുവതലമുറയുടെ ചോദ്യം. കാരണം മനുഷ്യ ജീവന് അത്ര പരിഗണന മാത്രമേ നൽകുന്നുള്ളൂ ഈ കാലഘട്ടത്തിൽ. ഇസ്ലാം ഒരു മനുഷ്യജീവന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ എത്ര ഗൗരവകരമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അവനെ കൊല്ലുക പോയിട്ട് അവന്റെ ദേഹത്തൊരു പോറലേൽക്കുന്നത് പോലും, അകാരണമായി ഒരു മനുഷ്യന് പോറലേൽക്കുന്നത് പോലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണാം. നിങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ എന്തെങ്കിലും ആയുധങ്ങളോ അമ്പോ ഒക്കെ കാണും. വഴിയിൽ നടക്കുമ്പോൾ, മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഭക്ഷണ വസ്തുക്കൾക്കുള്ള ജീവികളെ കിട്ടിക്കഴിഞ്ഞാൽ എയ്യാനായി അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാകും.
റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങൾ അങ്ങനെ കൊണ്ടു നടക്കുന്ന ആയുധങ്ങളുടെ മുനയിൽ നിങ്ങൾ തുണി ചുറ്റി വെക്കണം. എന്തിനാണ്? അത് നിങ്ങൾ കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്കെതിരെ വരുന്ന മനുഷ്യന്റെ വസ്ത്രത്തിൽ അത് കൊണ്ടാലോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. നമുക്കെതിരെ വരുന്ന ഒരു മനുഷ്യന്റെ വസ്ത്രത്തിന്റെ നൂലിട പോലും അകാരണമായി വേദനിപ്പിക്കാൻ, അകാരണമായി അതിനെ മുറിക്കാൻ നമുക്ക് അധികാരമില്ല എന്ന ആ ഒരു മനുഷ്യനെ ബഹുമാനിക്കുക എന്ന അവന്റെ മാന്യതയെ പരിഗണിക്കുക എന്ന അധ്യാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമികപരമായ സാഹചര്യങ്ങളെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമ്മളെ പഠിപ്പിച്ചത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ റബ്ബനാ ഹബ് ലനാ, ആ പ്രാർത്ഥനയിൽ തന്നെയുണ്ട് അതിന്റെ ആശയം. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. റബ്ബനാ ഹബ് ലനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകണമേ എന്നാണ്. ഹിബ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഗിഫ്റ്റ് എന്നാണ്. ഗിഫ്റ്റ്, സമ്മാനം. അള്ളാഹുവിന്റെ സമ്മാനമാണ് നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന കൺകുളിർമ എന്ന് ആ ആയത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അതാണ് രണ്ടാമത്തെ പ്രധാന വിഷയം. അല്ലാഹുവേ നിന്നെ സൂക്ഷിക്കുന്നവരുടെ ഇമാമായി മാറാൻ എനിക്ക് നീ അവസരം നൽകണം എന്നുള്ളതാണ്. മക്കളോട് നിസ്കരിക്കാൻ പറയുന്നു, ഭാര്യയോട് നിസ്കരിക്കാൻ പറയുന്നു, പക്ഷേ നമ്മൾ പള്ളിയിൽ പോവാറില്ല. അവർ തട്ടം ധരിക്കുന്നതിലുള്ള പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെടുന്നു, പക്ഷെ നമ്മുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് നമുക്ക് വലിയ ബോധമില്ല. മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ അന്യരുമായുള്ള സംസാരത്തിൽ വലിയ കാർക്കശ്യം പുലർത്തുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ചാറ്റുകൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ച് തുറക്കാൻ ധൈര്യമില്ലാത്ത ഉപ്പമാരാണ് നമ്മളെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുത്തഖീങ്ങളുടെ ഇമാമാവാതെ നമ്മുടെ കുടുംബത്തോട് കൽപ്പിക്കാൻ, അവരെ നേരെ നടത്താൻ, അവരോടൊരു കാര്യം ഉപദേശിക്കാൻ നമുക്ക് എന്ത് അർഹതയാണുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു പൂർണ്ണത, ഖുർറത അയ്യുൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൺകുളിർമ എന്ന് പറഞ്ഞാൽ ഭൗതികപരമായ കൺകുളിർമയല്ല. നമ്മുടെ ഭാര്യയുടെ മുഞ്ച് കണ്ടിട്ട്, നമ്മുടെ കുട്ടികളുടെ ഒരു ഓമനത്തം കണ്ടിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കൺകുളിർമ എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് അള്ളാഹുവിനെ വഴിപ്പെടുന്ന കുടുംബത്തെ കാണുമ്പോൾ മനസ്സിലൊരു വിശ്വാസിക്ക് അനുഭവിക്കുന്ന ആനന്ദം. കാരണം ഒരു വിശ്വാസിയുടെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നത് എപ്പോഴാണ്? അള്ളാഹുവിന് വഴിപ്പെടുന്ന ഒരു കുടുംബം അവനുണ്ടാകുമ്പോൾ അവന് സന്തോഷമാണ്. രാത്രി വൈകി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മക്കൾ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ ആ ഉപ്പയുടെ ജീവിതം എത്ര അനുഗ്രഹപൂർണമായിരിക്കും. ചെറിയ മക്കൾ അവരിങ്ങനെ നമസ്കാരം പരിശീലിക്കുകയാണ്, ശരിയായി നിസ്കരിക്കാൻ അറിയാം. ഈ കാഴ്ച കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ആനന്ദമുണ്ടാകുന്നത് എന്താണ്? അല്ലാഹുമായി അവർക്കുള്ള ബന്ധം കാണുമ്പോൾ. അതാണ് ഖുർറത അയ്യുൻ. നിന്റെ കുടുംബം അള്ളാഹുവിന്റെ ത്വാഅത്തിന് വേണ്ടി ചിലവഴിക്കുന്ന സന്ദർഭങ്ങളാണ് നിന്റെ കണ്ണിൽ യഥാർത്ഥത്തിൽ ആനന്ദവും കൺകുളിർമയും നൽകുന്നത്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിഅമ റജുലിൻ, അള്ളാഹു ഒരു പുരുഷനെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ പ്രത്യേകത എന്താണ്? അവൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേൽക്കുന്നു, തന്റെ പ്രിയതമ ഉറങ്ങുകയാണ്, ഉറങ്ങുന്ന പ്രിയതമയെ വിളിച്ചുണർത്തുന്നു. അവൾ ഉറക്കത്തിന്റെ ആലസ്യത്തിലാകുമ്പോൾ ഒരൽപ്പം വെള്ളം തളിച്ച് അവളെ ഉണർത്തി രണ്ടാളുകളും കൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കുന്ന ഒരു ഭർത്താവിനെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. നേരെ തിരിച്ചും പറഞ്ഞു, ഒരു ഭാര്യയെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. അവൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉണരുന്നു, തന്റെ ഭർത്താവിനെ നമസ്കരിക്കാനായി വിളിക്കുന്നു, ഉണരാത്ത ഭർത്താവിന്റെ മുഖത്ത് വെള്ളം തളിക്കുന്നു. അള്ളാഹിന്റെ മാർഗത്തിൽ നന്മയിലേക്ക് നമ്മളെ വിളിച്ചുണർത്തുന്ന ഒരു കുടുംബം നമുക്കൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടത്, വലിയ അനുഗ്രഹമാണ്. നമ്മൾ മനസ്സിലാക്കുക, നിസ്കരിക്കാൻ നേരവും നമ്മുടെ മക്കളെ വീണ്ടും വീണ്ടും ലാളിച്ച് ഉറക്കുന്ന, അല്ലെങ്കിൽ അവൻ ചെറുതല്ലേ, അവന് 10-12 വയസ്സല്ലേ, അവൻ ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് വൈകിയല്ലേ വന്നത്, ഈ രൂപത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഇസ്ലാമികപരമായിട്ടുള്ള നിബന്ധനകളെ, ഇസ്ലാമികപരമായ ഗൗരവകരമായ കാര്യങ്ങളെ
ലാഘവത്തോടെ എടുക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പിശാചിന്റെ ഇടപെടലുകൾ ശക്തമായിരിക്കും. ഇന്ന് നമ്മൾ സാന്ത്വനിപ്പിച്ചു വിടുന്ന, ലാഘവത്തോടെ കാണുന്ന പല കാര്യങ്ങളും നാളെ അവർക്ക് ശീലമായി മാറുകയും നമസ്കാരം ഒഴിവാക്കിയാലും അല്പസ്വല്പമൊക്കെ അള്ളാഹുമായുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുനിന്നാലും പ്രശ്നമില്ലാത്തൊരവസ്ഥ എന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കുടുംബം എത്തിപ്പെടുന്ന ഒരവസ്ഥ, അതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് അങ്ങേയറ്റം സ്നേഹമുള്ള പ്രവാചകനായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു നാട്ടിലെ കുട്ടികളെ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് പോലും വർത്താനം പറയാനുള്ള സമയം നൽകാൻ കഴിവില്ലാത്തവരാണ് നമ്മൾ അധ്വാനിക്കുകയാണ് പകല്. എൻ്റെ അധ്വാനം എന്താണ്? എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ് എന്ന് എല്ലാവരും പറയും. വൈകി 11 മണി 12 മണിക്കാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത്. എന്താണ്? അധ്വാനത്തിലാണ്. കുടുംബം മുന്നോട്ട് പോകട്ടെ എന്നാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, സാമ്പത്തികപരമായുള്ള ഭദ്രത നേടുക എന്നത് പ്രധാനം തന്നെയാണ്. അതോടൊപ്പം പ്രധാനമാണ് ക്വാളിറ്റി ടൈം നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത്. ഏറ്റവും ആരോഗ്യകരമായ സമയങ്ങൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത്. മക്കളോട് ഖുർആനിലെ പ്രവാചകന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് നന്മയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, സ്കൂളിലെ വിശേഷങ്ങൾ തിരക്കുവാൻ, അവിടെ പലതരം വർണ്ണക്കടലാസുകൾ മുട്ടായികളുമായി ലഹരിയുടെ വലിയ വലിയ സാധ്യതകൾ തുറന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ആ മുറിക്കപ്പുറം എൻ്റെ മകൻ മുറി അടച്ചിരുന്ന് പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവൾ എൻ്റെ മകൾ ഉറങ്ങുകയായിരിക്കും, ഈ ഒരു ധാരണയിൽ തൊട്ടപ്പുറത്തെ ഭിത്തിക്കപ്പുറത്ത് എന്താണ് നടക്കുന്നത് എന്നറിയാത്ത വളരെ കലുഷിതമായ ഒരു കുടുംബ സാഹചര്യത്തിൽ ഒരു മുസ്ലിമിന് ജീവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അവന്റെ മുമ്പിൽ ചർച്ചകൾ ചെയ്യപ്പെടുന്ന, മനസ്സ് തുറക്കുന്ന സന്താനങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുരുവിയെ വളർത്തുന്ന കുഞ്ഞിന്റെ അടുക്കൽ എന്നും അവനെ കാണുമ്പോൾ വിശേഷം ചോദിക്കും. ആ കുരുവിക്ക് എങ്ങനെയാണ്? അതിന് സുഖമാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 23 വർഷക്കാലം കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ മുഴുവൻ വിശ്വാസികളെ പഠിപ്പിക്കേണ്ട ബാധ്യതയുണ്ട്. ഈ വരുന്ന സഹീഹായ ഹദീസുകൾ മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് മാതൃക കാണിച്ചതാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രാത്രിയിൽ തഹജ്ജുദിന് സമയമുണ്ടായിരുന്നു. തന്റെ കുടുംബത്തിലെ ഭാര്യമാരെ സഹായിക്കാൻ സമയമുണ്ടായിരുന്നു. തന്റെ കൊച്ചുമക്കളെ കളിപ്പിക്കാൻ സമയമുണ്ടായിരുന്നു. അവരെ ഓമനിക്കാൻ സമയമുണ്ടായിരുന്നു. മാത്രമല്ല, സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന കുട്ടികളെ കൂടി പരിഗണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമയമുണ്ടായിരുന്നു. ഇത്ര വലിയ ബാധ്യതയൊന്നും പ്രിയപ്പെട്ടവരെ നമുക്കില്ലല്ലോ. എന്നിട്ട് എത്ര യുദ്ധങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അവയ്ക്കൊക്കെയും യാത്രകളും അധ്വാനങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് റസൂൽ സാമൂഹികപരമായും കുടുംബപരമായും നിറഞ്ഞു നിന്നു. ഒരാൾ പോലും പ്രവാചകനായതുകൊണ്ടാണ് ഞാൻ കുറ്റമൊന്നും പറയാത്തത്, ഇന്ന ഇന്ന വീഴ്ചകളുള്ള ആളാണ് എന്ന് പറയാനില്ലാത്ത വിധം കാന ഖുലുഖുഹു അൽ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്നുള്ളത് ഖുർആനായിരുന്നു എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ, ആ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ കാണിച്ചു കൊടുക്കുന്ന മാതൃകകളാണ്. പിതാവ് പതിവായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായും അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ അത് ശ്രദ്ധിക്കുകയും അതിലാകൃഷ്ടരാവുകയും തൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ജീവിതത്തിൽ നമ്മളെ തിരക്കി വരുന്ന മനുഷ്യരോട് നമ്മൾ നമ്മുടെ മക്കളെ ഉപയോഗിച്ചാണ് കള്ളം പറയുക. ഫോൺ എടുത്തിട്ട് പറയും ഇപ്പോൾ ഇവിടെ ഇല്ലെന്ന് പറയാൻ പറയും. അല്ലെങ്കിലോ ആരെങ്കിലും വാതിൽ മുട്ടിയാൽ ഞാനിവിടെ ഇല്ലെന്ന് പറയാൻ പറയും. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ പഠിക്കുകയാണ് ഓരോ ചെറിയ കാര്യങ്ങൾക്കും എങ്ങനെ കളവ് പറയണം എന്നുള്ളത് നമ്മൾ കൃത്യമായി അവരുടെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് ഒരു സ്ത്രീ ആ കുട്ടിയെ ഇങ്ങനെ വിളിക്കുകയാണ്, വാ മോനെ ഇത് തരാം എന്ന് പറഞ്ഞു വിളിക്കുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ അവന് കൊടുക്കാൻ മധുരമുണ്ടോ? മധുരം തരാമെന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ വിളിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞു, ഉണ്ട്. എന്താണുള്ളത്? അത് ഒരു കഷ്ണം മധുരമുള്ള പലഹാരമുണ്ട്. നിങ്ങളുടെ കയ്യിൽ അതില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ ഒരു കളവ് പറഞ്ഞ വ്യക്തിയായി രേഖപ്പെടുത്തുമായിരുന്നു എന്നാണ്. നമ്മൾ ആലോചിക്കും, കുട്ടികളോട് കളവ് പറഞ്ഞിട്ട് എന്താ പ്രശ്നം? അവർ കുട്ടികളല്ലേ, അവർക്ക് ബോധമില്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വാക്കിന്റെ വില, ഒരു വാഗ്ദാനത്തിന്റെ വില, തിരിച്ചു വരുമ്പോൾ അത് കൊണ്ടുവരാം എന്ന് നമ്മൾ പറയുന്ന വാക്കിന്റെ വില
നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് വേണേ കൊണ്ടുവരാണ്ടിരിക്കുക അല്ലേ? ഇപ്പം ഇങ്ങനെ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലേ, പലപ്പോഴും കൊണ്ടുവരാറില്ല അല്ലേ? ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ എല്ലാവരും ഇങ്ങനെ പറയും, അത് നൽകാതിരിക്കും. മോഹന വാഗ്ദാനങ്ങളിൽ കുട്ടികളെ തളച്ചിടുന്നവർ, അവരോടുള്ള വാക്ക് പാലിക്കാത്തവർ, അവർക്ക് ബോധമില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് എന്തും പറയുന്നവർ, ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ അതുണ്ടാവാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. മാത്രമല്ല നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ നിലപാടുകൾ നമ്മുടെ കുട്ടികൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദുആ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നമസ്കാരത്തിൽ ദുആഉൽ ഇഫ്തിതാഹ് നമ്മൾ നിർവഹിക്കുന്നതാണ്. എങ്ങനെയാണ്? അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ ഥൗബുൽ അബ്യദ് മിനദ് ദനസ് അല്ലാഹുമ്മ യഗ്സിൽനി മിൻ ഖതായായ ബിൽ മാഇ വസ്സൽജി വൽ ബർദ്. ഇതാണ് ഒരു മനുഷ്യൻ നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുമ്പ്, ഫാത്തിഹയ്ക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഈ ദുആ പറഞ്ഞുകൊണ്ടാണ് നമസ്കാരത്തിലേക്ക് കയറുന്നത്. അത് പ്രാരംഭ പ്രാർത്ഥന എന്നാണ് ഈ പ്രാർത്ഥന അറിയപ്പെടുന്നത്. ഈ പ്രാർത്ഥന ഒന്ന് പരിശോധിച്ച് നോക്കൂ. എന്താണ്? അല്ലാഹുവേ ബാഇദ് ബൈനി വബൈന ഖതായായ, എനിക്കും എൻ്റെ പാപങ്ങൾക്കും ഇടയിൽ നീ അകലമുണ്ടാക്കണം. കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, പടിഞ്ഞാറും കിഴക്കും ചക്രവാളങ്ങൾ തമ്മിൽ എത്ര അകലമുണ്ടോ അത്രയും അകലം ഞാനും എൻ്റെ പാപങ്ങൾക്കിടയിൽ ഉണ്ടാക്കണം. ഈ പ്രാർത്ഥനയിൽ ഓരോന്നും നിങ്ങൾ നോക്കി നോക്കൂ. അള്ളാഹുവിനോട് വിശാലമായാണ് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹിനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ രൂപത്തിലാണ് ആവശ്യപ്പെടുന്നത്. പടിഞ്ഞാറും കിഴക്കും തമ്മിലുള്ള അത്ര അകലം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലില്ലല്ലോ. എങ്കിലും അള്ളാഹുവിനോട് പറയുകയാണ്, അത്ര അകലം ഞാനും എൻ്റെ പാപങ്ങളുമായി ഉണ്ടാക്കണം എന്നാണ്. അപ്പൊ ദുആ ചെയ്യുമ്പോൾ ഏറ്റവും ഉലൂവിലായി ദുആ ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രീതിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കാൻ പറഞ്ഞ അതാണ്. ഏറ്റവും പീക്കിലാണ് അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ പ്രാർത്ഥന നിങ്ങൾ നോക്കി നോക്ക്. റബ്ബിർഹംഹുമാ, അള്ളാഹുവേ എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണം. എത്രത്തോളം കരുണ? ഭൂമിയേക്കാൾ വിശാലമായ കരുണ ആണോ? അല്ല. ആകാശത്തേക്കാൾ ഉയരത്തിലുള്ള കരുണ ആണോ? കടലിനേക്കാൾ ആഴത്തിലുള്ള കരുണ ചെയ്യണമെന്നാണോ? അല്ല. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മയും ഉപ്പയും എന്നോട് കാണിച്ച കാരുണ്യം അത് ആകാശത്തേക്കാൾ വലുതാണ്, അത് ഭൂമിയേക്കാൾ വിശാലമാണ്, അത് സാഗരങ്ങളെക്കാൾ ആഴമുള്ളതാണ്. ആ കാരുണ്യം ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മളോട് കാണിച്ച കാരുണ്യത്തിന്റെ ആഴം ആ ഒരൊറ്റ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കൽ റസൂൽ പറയുകയാണ്, യമനിൽ നിന്ന് ഒരു കർണ് ഗോത്രക്കാരനായ ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങൾ ഉടൻ തന്നെ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാറിന് വേണ്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെടണം. അല്ലാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തിന്റെ ദുആയ്ക്ക് ഇസ്തിജാബത്തുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുവിനേറെ പ്രിയപ്പെട്ട ആ മനുഷ്യന് നിങ്ങൾ എന്ത് ചെയ്യുക? അല്ലാഹുവേ എൻ്റെ പാപം പുറത്തു നൽകണമേ എന്ന് ആ മനുഷ്യനെ കൊണ്ട് നിങ്ങൾ ദുആ വസിയത്ത് ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ ഈ മനുഷ്യന്റെ പേര് ഉവൈസ് എന്നാണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ചരിത്രമാണ് ഈ ഉവൈസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ സമയത്ത് ഓരോ സംഘം ആളുകൾ യമനിൽ നിന്ന് വരുന്ന കച്ചവട സംഘങ്ങളോടെല്ലാം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടോ? ഉവൈസ് ഉണ്ടോ? അപ്പൊ അവർ പറയും, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തും ഇതുപോലെ യമനിൽ നിന്ന് വരുന്ന കച്ചവട സംഘത്തോട് അദ്ദേഹം ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ഒരു തവണ വന്ന കച്ചവട സംഘത്തിലെ ഒരാൾ പറഞ്ഞു, ഉണ്ട്, ഞാനാണ് ഉവൈസ്. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനെ ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണോ താങ്കൾ? ഉവൈസ് എന്നാണോ പേര്? അതെ. കർണ് ഗോത്രത്തിൽ നിന്നാണോ താങ്കൾ വരുന്നത്? അതെ. താങ്കൾക്ക് വൃദ്ധയായ ഒരു മാതാവുണ്ടോ? അതെ. താങ്കളുടെ ശരീരം മുഴുവൻ പാണ്ഡുരോഗം ബാധിച്ചിരുന്ന വ്യക്തിയാണോ? അതെ. ഇപ്പോൾ അത് മാറി ഒരു ദീനാറിന്റെ വലിപ്പത്തിൽ മാത്രം താങ്കളുടെ ശരീരത്തിൽ അത് അവശേഷിക്കുന്ന രൂപത്തിലാണോ അത്?
അദ്ദേഹം പറഞ്ഞു, അതെ. അദ്ദേഹം അത്ഭുതത്തോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് താങ്കൾ ഇതൊക്കെ അറിഞ്ഞത്? എനിക്കൊരു ഉമ്മയുണ്ടെന്നും എനിക്ക് പാണ്ഡുരോഗമുണ്ടായിരുന്നുവെന്നും ഞാൻ കർണ്ണ ഗോത്രക്കാരനാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ താങ്കൾക്ക് എങ്ങനെയാണ് അറിവ് കിട്ടിയത്? ഞാൻ അധികം സഞ്ചരിക്കാത്ത, മനുഷ്യരുമായി സഹവാസം കുറഞ്ഞ ഒരു വ്യക്തിയാണ്. ആ സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ വരാനില്ല. വലൗ കാന ബഅദി നബിയ്യൻ ലകാന ഉമർ, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നെങ്കിൽ അത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു. അത്രത്തോളം വലിയ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സാധാരണക്കാരനായ മനുഷ്യനെ ചേർത്ത് വിളിച്ചിട്ട് പറയുകയാണ്, താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ കുറിച്ച് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എന്താണ് അറിയിച്ചത്? കർണ്ണഗോത്രത്തിൽ, യമനിലെ കർണ്ണഗോത്രത്തിൽ ഉവൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി തൻ്റെ മാതാവ് കിടപ്പ് രോഗിയായത് കാരണം അദ്ദേഹം വിശ്വാസിയാണ്, അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ സാധിക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ മാതാവിനെ ശുശ്രൂഷിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ദുആയ്ക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ ദുആ ചെയ്യിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് നൽകി. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു പ്രവാചകൻ ഒരു നാട്ടിൽ ഉണ്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആ തിരുമുഖം കാണാൻ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ആരാണ് പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കാത്തത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ജീവിതത്തിൽ പറഞ്ഞ ഒരു മനുഷ്യൻ, അതനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ ഒരിക്കലെങ്കിലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുകയില്ല. പക്ഷെ ഈ മനുഷ്യനത് കഴിഞ്ഞില്ല. ഈ മനുഷ്യൻ ഓരോ തവണയും യമനിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടാൻ തയ്യാറാകുമ്പോൾ തൻ്റെ മാതാവിൻ്റെ അവസ്ഥ ആലോചിച്ച്, ഞാൻ പോയാൽ ഇവർക്ക് ആരുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ മാതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടി. മാതാവിൻ്റെ വിയോഗത്തിന് ശേഷമാണ് അദ്ദേഹം മദീനയിലേക്ക് വരുന്നത്. പക്ഷേ ആ ഒരു കൊച്ചു കുടിലിൽ തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ സംരക്ഷിച്ചു കഴിഞ്ഞ ആ സാധാരണക്കാരനായ മനുഷ്യന്റെ പ്രവർത്തനം 7 ആകാശങ്ങൾക്കും ഉപരിയിൽ നിന്ന് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹീ നൽകി അറിയിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം വലിയ പ്രാധാന്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കളെ പരിഗണിക്കുന്നതിൽ നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഗൗരവകരമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു പ്രവാചകനെ കാണുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ തൻ്റെ മാതാവിൻ്റെ ആ ഒരു അനിവാര്യ ഘട്ടത്തെ പ്രതികരിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കണ്ടിട്ടില്ല, അദ്ദേഹം സ്വഹാബിയല്ല. എന്താ കാരണം? പ്രവാചകനെ കാണുക എന്നുള്ളതാണ് സ്വഹാബിയുടെ ഒന്നാമത്തെ ഷർത്ത്. ഒരു മനുഷ്യൻ സ്വഹാബിയാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം. അതിനുള്ള ആ ഒരു ദർജയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പക്ഷേ അള്ളാഹു തൻ്റെ ദുആയ്ക്ക് ഉത്തരം നൽകുന്ന അത്ര വലിയ റബ്ബിന് പ്രിയപ്പെട്ട ഒരു മനുഷ്യനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ തൻ്റെ അനുചരന്മാർക്ക് അറിയിച്ചു കൊടുത്ത ഒരു വ്യക്തിയായി ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ആ വ്യക്തി മാറിയത് തൻ്റെ മാതാവിനെ പരിചരിച്ചതിൻ്റെ പേരിലാണ്. നമ്മൾ അറിയുക, അള്ളാന്റെ മാർഗത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ പോലും നമുക്ക് പരിഹരിക്കാൻ നമ്മുടെ മാതാപിതാക്കളോടുള്ള നന്മ നമുക്ക് കാരണമായി തീരും. 3 ആളുകൾ ഗുഹയിലകപ്പെട്ട സംഭവം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതിലൊരാള് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? എനിക്ക് ഇന്നലി അബവാനി ഷെയ്ഖാനി, ഞങ്ങൾക്ക് പ്രായമായ ഉപ്പയും ഉമ്മയും ഉണ്ട് റബ്ബേ. അങ്ങനെ ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവര് ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണം കാത്തിരിക്കും. അങ്ങനെ ഞാൻ അവർക്ക് കൊടുത്തിട്ടല്ലാതെ ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല. ഒരിക്കലും ഞാൻ മടങ്ങി വരുമ്പോൾ എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ കാത്തിരുന്ന് വൈകി അവർ ഉറങ്ങിപ്പോയി. അവർക്ക് കൊടുക്കാതെ എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് റബ്ബേ എനിക്ക് അവരെ. ഞാൻ അവരുടെ തലഭാഗത്ത് കാത്തു നിന്നു അവരുണരുന്നത് വരെ. എൻ്റെ മക്കൾ എൻ്റെ കാലിൽ പിടിച്ച് കരയാണ് ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം അവർക്ക് കൊടുക്കാൻ. ഞാൻ എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും കൊടുക്കാതെ അവർക്ക് കൊടുക്കില്ല എന്ന് തീരുമാനിച്ച് ഞാനവിടെ കാത്തിരുന്നു. അവരുണർന്നപ്പോൾ ഞാൻ അവർക്ക് നൽകി. എന്നിട്ട് അദ്ദേഹം പറയാണ്, അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക ഫഫരി അന്നാ മാ നഹ്നു ഫീഹി. അല്ലാഹുവേ, ഇതുപോലെ ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിച്ചത് നിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാണെങ്കിൽ
ഈ മലമുകൾ, ഈ ഗുഹാമുഖം അടഞ്ഞിരിക്കുന്ന ഈ പാറയിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ നീ നീക്കണമേ എന്ന പ്രാർത്ഥനയിൽ ആ പാറ ചലിച്ചു. ഭൗതികപരമായ പ്രയാസങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നമ്മൾ നിറവേറ്റുന്നവരാണെങ്കിൽ അള്ളാഹു നമുക്ക് രക്ഷ നൽകും, അള്ളാഹു നമുക്ക് വിജയം നൽകും, അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മൾ മാതാപിതാക്കളാണ്, നമ്മൾ ആലോചിക്കേണ്ട ഒരു മറുവശമുണ്ട് അല്ലേ? ഈ കുട്ടികൾ നാളെ പ്രാർത്ഥിക്കാനിരിക്കുന്ന എന്താണ്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നാണ്. പടച്ചോനെ, എൻ്റെ ഉപ്പയും ഉമ്മയും എന്നോട് കാണിച്ച കാരുണ്യം അവർക്ക് നീ കൊടുക്കണമെന്നാണ്. നമ്മൾ കരുണ കാണിച്ചിട്ടുണ്ടോ? നമ്മൾ കരുണ കാണിക്കുന്നതിൽ നമ്മൾ അതിൽ സംതൃപ്തരാണോ? നമ്മൾ പൂർണ്ണരാണോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെ ഇങ്ങനെ ചുംബിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഒരു അഅറാബിയായ മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വന്നത്. ആ മനുഷ്യൻ പറഞ്ഞു, മക്കളെ ചുംബിക്കുകയെ, എനിക്ക് 9 മക്കളുണ്ട്, ഒരാളെയും ഞാൻ ചുംബിക്കാറില്ല. ഈ മനുഷ്യൻ വലിയ അഭിമാനത്തോടെ പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അള്ളാഹു നിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യമൂരി മാറ്റിയതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന്. മക്കളെ ചേർത്ത് നിർത്തുക എന്നത് അള്ളാഹു നമ്മുടെ മനസ്സിൽ ഇട്ട് തരുന്ന കാരുണ്യമാണ്, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. നിങ്ങൾ ആലോചിക്കൂ, ഇദാ ബുശ്ശിറ അഹദഹും ബിൽ ഉൻസ, പെൺകുട്ടിയാണ് ജനിച്ചത് എന്ന് വയറ്റാട്ടി പെണ്ണുങ്ങൾ പറയുമ്പോഴേക്ക് ഇസ്വദ്ദത്ത് വുജൂഹുഹും, അവരുടെ മുഖങ്ങൾ കറുത്തു പോവുകയാണ്. അപമാനം, എന്തോ അപമാനം സംഭവിച്ചു. ആളുകളിൽ ഉൾവലിഞ്ഞു പോകുന്ന ജാഹിലിയത്തിന്റെ ഇരുണ്ട കാലഘട്ടം ഇന്നലെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രം നമ്മളോട് അത് പറയുന്നുണ്ട്. പരിഭൂമിയിലേക്ക് കുഞ്ഞു മകളയുമായി പോവുകയാണ്, എന്നിട്ട് ആഴത്തിലുള്ള കുഴിയെടുക്കുകയാണ്. വിയർപ്പും കഠിനമായ ചൂടും കാരണം ഈ മണൽത്തരികൾ ശരീരത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കുമ്പോൾ ആ പൊന്നുമോൾ ഇങ്ങനെ ഉപ്പാന്റെ ദേഹത്തുള്ള മണ്ണ് തട്ടി മാറ്റുകയാണ്. ഉപ്പ എന്താണ് ചെയ്യുന്നത് എന്നറിയില്ല. ഒരു മനുഷ്യനെ മൂടാൻ പാകത്തിന് കുഴിയായപ്പോ ആ കുഞ്ഞിനെ അതിലിട്ട് മൂടി. അത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ ഉപ്പയുടെ ദേഹത്ത് ഒരു മണ്ണ് പോലും വീഴരുതെന്ന് ആഗ്രഹിച്ച ആ പിഞ്ചു കുഞ്ഞിനെ ഈ ആഴത്തിലേക്ക് കുടിച്ചു മൂടും എന്ന്. നാളെ കുടിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ അള്ളാന്റെ മുമ്പിൽ അവർ ചോദ്യം ചെയ്യപ്പെടും. എന്തൊരു തെറ്റിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഈ സാഹചര്യം ഉണ്ടായത് എന്ന ഗൗരവകരമായ ഖുർആനിക ആയത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ആ ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫാത്തിമ എന്ന മകൾ ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സമൂഹത്തിന്റെ മുമ്പിൽ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറയണം, ഫാത്തിമ, ഇതെന്റെ മകൾ ഫാത്തിമയാണ്. ഖിത്അതു കബ്ദി, എന്റെ കരളിന്റെ കഷ്ണമാണ് ഇവൾ. നിങ്ങൾക്ക് പെൺമക്കൾ അപമാനമായിരിക്കാം, അവർ നിങ്ങൾക്കൊരു ഭാരമായിരിക്കാം, എൻ്റെ മകൾ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്ന്. നമ്മുടെ സ്നേഹം ഇങ്ങനെ ഉള്ളിലിട്ട് തിളപ്പിക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്, പ്രഖ്യാപിക്കാനുള്ളതാണ്. നമ്മുടെ മക്കളോടുള്ള സ്നേഹം അത് നമ്മൾ പരസ്യമായി അത് പ്രകടിപ്പിക്കേണ്ട സാഹചര്യങ്ങളിൽ പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അല്ലേ. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിമ്പറിന്റെ പടവിലേക്ക് ഇഴഞ്ഞു കയറി വന്നു. ഹസൻ ചെറിയ കുട്ടിയാണ്. റസൂലുള്ളാഹി കുട്ടിയെ ഇങ്ങനെ എടുത്ത് ഒക്കത്ത് വെച്ചു. എല്ലാവരും കാണുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇവൻ എനിക്ക് ഒരുപാട് സ്നേഹമുള്ള എൻ്റെ മോനാണ്. ഇവൻ നാളെ മുസ്ലിമീങ്ങൾ 2 പക്ഷമായി യുദ്ധത്തിന് നിൽക്കുമ്പോൾ അവരെ സന്ധി സംഭാഷണത്തിലൂടെ ആ പ്രശ്നം പരിഹരിക്കുന്നത് ഇവനായിരിക്കും. മുസ്ലിമീങ്ങളിലെ വലിയൊരു പ്രശ്നം പരിഹരിക്കുന്നവൻ ഈ കുഞ്ഞു മോനായിരിക്കും. ആ കൊച്ചിന് ആ പറയുന്നത് എന്താണ് എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു അന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. എങ്കിലും ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകും, എൻ്റെ ഉപ്പുപ്പ, എൻ്റെ ഉപ്പയുടെ ഉപ്പ, എൻ്റെ ഉമ്മയുടെ ഉപ്പ തീർച്ചയായും പറഞ്ഞത് എന്തോ നന്മയാണ്. ഹസൻ റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണ് അലി റളിയല്ലാഹുവിന്റെ മരണശേഷം മഹാനായ മുആവിയ റളിയല്ലാഹു അധികാരത്തിലേക്കുമ്പോൾ 2 പക്ഷമുണ്ടാകുന്നത്. അവർ പറഞ്ഞു, അലി റളിയല്ലാഹുവിന്റെ മകൻ ഹസനാണ് അധികാരത്തിന് അർഹതയുള്ളത്, അതുകൊണ്ട് ഞങ്ങളൊക്കെ ഹസൻ റളിയല്ലാഹുവിനെ ബൈഅത്ത് ചെയ്യൂ. ഒരു വിഭാഗം മുസ്ലിമീങ്ങൾ മുആവിയ റളിയല്ലാഹുവിനെ ബൈഅത്ത് ചെയ്യുകയാണ്. അങ്ങനെ ഹസൻ റളിയല്ലാഹുവിനെ ഒരു സംഘം ആളുകൾ ഇങ്ങനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളാണ് അധികാരത്തിൽ വരേണ്ടത്, കാരണം നിങ്ങളാണ് അഹ്ലു ബൈത്ത്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. അതുകൊണ്ട് താങ്കൾ എന്തായാലും മുആവിയക്കെതിരെ രംഗത്ത് വരണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊള്ളാം. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ പറയുന്ന പരിചാരങ്ങളുമായി മുആവിയയുടെ അടുക്കൽ പോയി. എല്ലാവരും പ്രതീക്ഷിച്ചു വലിയൊരു സംഘട്ടനമാണ് ഇനി നടക്കാൻ പോകുന്നത്. നേരെ ചെന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, താങ്കൾ ഖലീഫയായി ഞാൻ ബൈഅത്ത് ചെയ്യുന്നു എന്ന്. അതോടുകൂടി കുറെ ആളുകൾ അദ്ദേഹത്തെ പരിഹസിച്ചു. യാ ഗാറൽ മുഅ്മിനീൻ, അമീർ അൽ മുഅ്മിനീൻ എന്ന് പറയുന്നതിന്റെ പരിഹാസ പേരാണ് ഗാറൽ മുഅ്മിനീൻ, തുണിയില്ലാത്ത നേതാവേ എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദേഹം പറഞ്ഞു, അൽ ഗാറു ഖൈറും മിനൻ നാർ, നരകത്തിനേക്കാൾ നല്ലത് നഗ്നനായ ഈ ജീവിതമാണ് എന്ന ഹസൻ റളിയല്ലാഹുവിന്റെ വാക്ക് ആലോചിച്ച് നോക്കൂ. ചെറിയ മനസ്സിൽ നമ്മൾ പകർന്നു വെക്കുന്ന നന്മകൾ നാളെ അതാണ് അദ്ദേഹത്തെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കാണ് ആ കുഞ്ഞു മനസ്സിൽ സ്വാധീനം ഉണ്ടാക്കിയത് അല്ലേ. ബൈത്തുൽ മാലിലെ കാരക്ക ഇങ്ങനെ കൂട്ടിയിട്ടപ്പോ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിക്കാൻ നേരത്തെ റസൂലുള്ളാഹി, എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഉപ്പുപ്പ, എൻ്റെ ഉമ്മയുടെ ഉപ്പ എൻ്റെ വായിലേക്ക് വിരല് കയറ്റിയിട്ട് ആ കുഞ്ഞു വായിൽ നിന്ന് ആ കാരക്ക പുറത്ത് കളയുകയാണ്. തുപ്പിക്കളയുമോനെ, ഇർമി ബിഹ, അതിനെ എറിഞ്ഞുകള, കാരണം നമ്മൾ സ്വതക്കയുടെ ഭക്ഷണം കഴിക്കാത്തവരാണ് എന്ന് നിനക്കറിയില്ലേ. റസൂലുള്ളാഹി പറയുകയാണ്, അത്ര സ്നേഹിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലേ. 10 വയസ്സാകുമ്പോൾ നമസ്കരിച്ചില്ലെങ്കിൽ കുട്ടികളെ അടിക്കണമെന്ന് പറയുമ്പോൾ സദാസമയം ഉപദ്രവിക്കുന്ന ഒരു പിതാവ്, അവൻ 10 വയസ്സാകുമ്പോൾ നിസ്കാരത്തിന് അടിക്കുമെങ്കിൽ ആ അടിയും ജീവിതവും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? ഞാൻ പറഞ്ഞത്, മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഉപ്പ, ആ ഉപ്പ എൻ്റെ ഉപ്പ വെറുതെ തല്ലാറില്ല എന്നാ കുട്ടി പറയാണ്. പക്ഷെ ഇന്നെന്നെ എൻ്റെ ഉപ്പ തല്ലി, എന്താ കാരണം? ഞാൻ നിസ്കരിച്ചില്ല. അപ്പൊ നിസ്കാരം എന്നത്, സ്നേഹനിധിയായ എൻ്റെ ഉപ്പ നിസ്കാരം ഒഴിവാക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. എന്നെ എല്ലാ കാര്യങ്ങളിലും സ്നേഹിക്കുന്ന എൻ്റെ ഉപ്പ നിസ്കരിക്കാത്തതിന് എന്നെ തല്ലി. ആ കുട്ടിയുടെ മനസ്സിൽ മനസ്സിലാകും, നമസ്കാരം എന്നത് എൻ്റെ ഉപ്പയുടെ സ്നേഹം എനിക്ക് നൽകുന്നതിന് കാരണമാകുന്ന, എൻ്റെ റബ്ബിന്റെ സ്നേഹം എനിക്ക് ലഭിക്കുന്നതിന് കാരണമാകുന്ന ഒരു ഉപാധിയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഉപ്പ എന്നെ തല്ലിയത്. അതല്ലാതെ മക്കളെ സദാസമയം ശകാരിച്ചും തല്ലിയും ഇരിക്കുന്ന ആ കുട്ടികൾക്ക് നിസ്കരിക്കാത്തതിന് കിട്ടിയതല്ലേതാ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടിയതല്ലേതാ തിരിച്ചറിയാൻ അവർക്ക് ഗ്യാപ്പില്ലാത്ത വിധം ക്രൂരമായി മർദ്ദിക്കുന്ന ആ ഒരു അവസ്ഥയുള്ള ഒരു കുടുംബത്തിന്റെ സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ റസൂലുള്ളാഹി കുട്ടികളല്ലേ, കരയുന്ന മാതാക്കളെ ആലോചിച്ച് റസൂലുള്ളാഹി നമസ്കാരം നേരത്തെയാക്കി എന്ന് നമുക്കിന്ന് കുട്ടികളെ പള്ളിയിൽ കാണുമ്പോൾ എന്തോ ഒരു ബേജാറാണ്. നമ്മുടെ വളരെ ഭക്തിപൂർണമായ നമ്മുടെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയാണ് നമുക്ക്. അങ്ങനെയാണെങ്കിൽ മനുഷ്യരെ അവനവന്റെ വീട്ടിൽ ഒരു സൗണ്ടും കയറാത്ത ഉള്ളി വാക്കുണ്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് അങ്ങ് നമസ്കരിച്ചാൽ പോരെ? എന്തിനാണ് ഈ പല സ്വഭാവത്തിലുള്ള മനുഷ്യരും പല സ്വഭാവത്തിലുള്ള ആളുകളും കടന്നു വരുന്ന ഈ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നതിന് 27 ഇരട്ടി പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്ത എന്താ? ഇവിടെ വണ്ടികളുടെ സൗണ്ടുണ്ട്, ആളുകളുടെ സൗണ്ടുണ്ട്, ചിലപ്പോൾ ചില ആളുകളുടെ മൊബൈല് റിങ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്ക് പള്ളി വരുമ്പോൾ ശരിക്കും സാഹചര്യപ്രകാരം കുറയുക വേണ്ട. അപ്പോൾ കോൺസെൻട്രേഷൻ എന്നത് വളരെ പ്രധാനം തന്നെയാണ്, ആ ഒരു ഏകാഗ്രത എന്നുള്ളത്. പക്ഷേ അതിനേക്കാൾ സാമൂഹികപരമായ ഒരു കണക്ഷൻ, എൻ്റെ വിശ്വാസി സുഹൃത്തുക്കളാണിവർ, എൻ്റെ സമൂഹമാണിവർ, ഇവർ അള്ളാന്റെ മാർഗത്തിൽ വിളിക്കുത്തരം നൽകി കടന്നു വന്ന റബ്ബിന്റെ അതിഥികളാണ്, അവരുടെ കൂട്ടത്തിൽ ഒരുവനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധം നമ്മളിൽ ഉണ്ടാവാനാണ്, ജമാഅത്ത് എന്ന സംഘബോധം വിശ്വാസികൾക്ക് ഉണ്ടാവാനാണ് അള്ളാഹു ഫർള് നമസ്കാരങ്ങളിൽ ജമാഅത്തിന് 27 ഇരട്ടി പ്രതിഫലം നൽകിയത്. അവിടേക്ക് നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുവരണം. അവരുടെ കരച്ചിലുകൾ ഒരിക്കലും നമുക്ക് അനുഗ്രഹമല്ലാതെ മറ്റൊന്നുമല്ല. അവർ ഓടിക്കളിക്കുന്നതും അവരിതാക്കുന്നതും നമ്മുടെ ഏകാഗ്രത എങ്ങ് നഷ്ടം ഒരിക്കലുമല്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ അള്ളാഹ് പറയുകയാണ്, സ്വർഗത്തിലെ കുട്ടികളെ കുറിച്ച് അള്ളാഹ് പറയുകയാണ്, വാരി വിതറപ്പെട്ട മുത്തുമണികൾ പോലെ സ്വർഗത്തിൽ കുട്ടികൾ ഉണ്ടാകും. സ്വർഗം എന്ന അനുഗ്രഹത്തിന്റെ കേദാരത്തിൽ പോലും കുട്ടികളുണ്ട്. കാരണം കുട്ടികൾ നൽകുന്ന ആനന്ദം അത് അനുഭവിക്കാൻ നമുക്കാവണം. സ്വർഗത്തിൽ അള്ളാഹു പറയാണ്, സ്വർഗത്തെ വിശദീകരിക്കുന്ന പുഴകളെക്കുറിച്ച്, നദികളെക്കുറിച്ചും വിശാലമായ ഇരിപ്പിടങ്ങളെക്കുറിച്ച്, സാമ്രാജ്യങ്ങളെക്കുറിച്ച്
പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു പറയാണ് നിങ്ങളുടെ കണ്ണിന് ആനന്ദത്തിനായി. അപ്പൊ കുട്ടികളെന്ന് പറഞ്ഞാൽ ആലോചിച്ചു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മിഅ്റാജ് രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ കുട്ടികളുടെ കൂടെ കളിക്കുകയായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മുടെ സന്താനങ്ങളെ സ്നേഹിക്കാനും നന്മയിലേക്ക് കൊണ്ടുവരാനും അവരെ അതിൽ പ്രോത്സാഹിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായും പരസ്പരം മനുഷ്യരെ ബഹുമാനിക്കാൻ, അല്ലേ, സലാം പറയാൻ, അതുപോലെ ഉപ്പയുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മരണശേഷം നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ഉപ്പയോടുള്ള ബാധ്യത എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പറയുന്ന മറുപടിയുണ്ട്, നീ നിന്റെ ഉപ്പയുടെ സുഹൃത്തുക്കളുമായി ബന്ധം ചേർക്കുക, അതാണ് നിനക്കുള്ള ബാധ്യത എന്ന്. അതിന് ഉപ്പാന്റെ സുഹൃത്താരാ നമ്മുടെ കുട്ടിയൊക്കെ അറിയോ? നമ്മുടെ സംഘടനയും നമ്മുടെ സംഘബോധവും നമ്മളുടെ ഇസ്ലാമികപരമായ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഓരോ മനുഷ്യരും ആരാണ് എന്ന് നമ്മുടെ സന്താനങ്ങൾക്കറിയോ? നമ്മളത് പരിചയപ്പെടുത്തി കൊടുക്കണം. കുടുംബ സംഗമങ്ങളിലൂടെ, വീടുകളിലൂടെ, സന്ദർശനങ്ങളിലൂടെ നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോഴാണ് നാളെ നമ്മുടെ മരണശേഷവും നമ്മുടെ ഉപ്പയുടെ സുഹൃത്തിനെ ആദരിക്കാൻ നമുക്ക് തോന്നുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കുട്ടികൾക്ക് ആ നന്മയുടെ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. റബ്ബന വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. അല്ലേ, ആ ഊഷരമായ മരുഭൂമിയുടെ മണ്ണിൽ ഇസ്മായിൽ നബി എന്ന് പറയുന്ന ആ കുഞ്ഞു മകനെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ ഉപ്പ ഇങ്ങനെ പാറയും കല്ലുകളും ഒക്കെ എടുത്തുകൊണ്ടുവന്ന് അള്ളാഹിന്റെ മാർഗത്തിൽ ഇങ്ങനെ കഅബാലയം പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ സഹായിക്കുന്ന കുഞ്ഞു മകൻ, അവർ രണ്ടാളും അവിടെ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, റബ്ബേ ഞങ്ങളെ മുസ്ലിമീങ്ങളായി, റബ്ബനാ വജഅൽനാ മുസ്ലിമൈൻ, ഞങ്ങളെ മുസ്ലിമീങ്ങളായി നീ മാറ്റണം. വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്നും നിന്നെ മാത്രം വണങ്ങുന്ന ഒരു തലമുറയുണ്ടാവണം. നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആ രൂപത്തിലാവണം നമ്മുടെ സന്താനങ്ങൾ. അല്ലാതെ കൂലിപ്പണി ചെയ്ത് സ്വന്തം മകനെ പഠിപ്പിക്കാൻ വേണ്ടി അന്യന്റെ എച്ചിൽ പാത്രം കഴുകിയ ഒരു മാതാവ് തളർന്നു കിടക്കുമ്പോൾ അവരുടെ കഴുത്തിൽ വെട്ടി നുറുക്കിക്കൊണ്ട് പറയുകയാണ്, നീ എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണിത്, ഇത് നീ അനുഭവിക്കെന്ന് പറയുന്ന മക്കൾ നമുക്ക് നേരെ ആയുധങ്ങളുമായി നാളെ നിൽക്കാതിരിക്കാൻ ആ ഒരു കാഴ്ച, ആ ഉമ്മയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര പ്രയാസപ്പെട്ടായിരിക്കും. ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞു, വഹനൻ അലാ വഹൻ, പ്രയാസത്തിന് മേൽ പ്രയാസത്തിലാണ് ഒരു മാതാവിൻ്റെ സാഹചര്യം എന്നുള്ളത്. ആ പ്രയാസം സഹിച്ചിട്ട് ഒടുവിൽ ആ മരിക്കുമ്പോൾ മോൻ ഒരു നേരത്തെ വെള്ളമെങ്കിലും എടുത്തു തരും എന്നൊരു പ്രതീക്ഷ ഏത് മാതാവിനാണ് ഉണ്ടാവാത്തത്? അവൻ കൊടുത്ത സമ്മാനത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഇരുണ്ട കാലഘട്ടത്തിൽ നമ്മുടെ ഭാഗത്ത് തെറ്റുകളുണ്ട്. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യമില്ല. നമ്മൾ അവരെല്ലാം ന്യൂജൻസ് ആണ് എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇവരുടെ തലയിലേക്കൊന്നും ഒന്നും കയറില്ല. ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം? ഇവർക്ക് ആ ബോധമൊന്നുമില്ല. ഇത് നമ്മൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളറിയണം, ഖിയാമത്ത് നാൾ വരെ അള്ളാഹിന്റെ ഈ മതം നിലനിർത്താൻ ഒരു നല്ല വിഭാഗം മനുഷ്യർ, റസൂലുള്ളാഹിയുടെ വാക്കാണ്, ഖിയാമത്ത് നാൾ വരെ ഈ ഹക്കിന്റെ കൂടെ ആളുകൾ ഉണ്ടാകും. നന്മയ്ക്കെന്നും ഒരു ചെറിയ സംഘം ഉണ്ടാവുക തന്നെ ചെയ്യും. ആ സംഘത്തെ വളർത്തിയെടുക്കാൻ, നമ്മുടെ MSMനെ സജീവമാക്കാൻ, കുട്ടികൾക്ക് അതിനുള്ള അവരെ എൻഗേജ്ഡ് ആക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക. നമ്മുടെ കുടുംബത്തിൽ നല്ല നല്ല സംസാരങ്ങൾ, നല്ല സംഭാഷണങ്ങൾ, റബ്ബിനെ കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള രീതികളിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മുടെ വീട്ടിൽ ചെന്നാലും വീട്ടുകാരോട് സംസാരിക്കാൻ സമയമില്ലാത്ത വിധം നമ്മുടെ കഴുത്തുകൾ, നമ്മുടെ പെടലികൾ ഈ സ്ക്രീനിൻ്റെ, മൊബൈലിൻ്റെ മുമ്പിലേക്ക് ചാഞ്ഞു പോകുന്ന, പ്രിയപ്പെട്ടവരെ നിവർന്നു നോക്കാൻ കെൽപ്പില്ലാത്ത മാതാപിതാക്കളായി, രക്ഷിതാക്കളായി നമ്മൾ മാറരുത് എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നന്മ നിറഞ്ഞ ഒരു കുടുംബത്തെ വാർത്തെടുക്കുക എന്ന
വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന കാരുണ്യമാണ് നമ്മുടെ കുടുംബത്തോട് നമ്മൾ സ്നേഹത്തോടെ പെരുമാറുന്നത്. ആ കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളുടെ സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ മറ്റൊരാവശ്യം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്.